തുടർച്ചയായ കപ്പൽ അപകടങ്ങൾ അത് ആശങ്കയോടൊപ്പം ചില സംശയങ്ങളും ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായ ശേഷമാണ് കേരള തീരത്ത് തുടർച്ചയായി 2 അപകടങ്ങൾ സംഭവിച്ചത്. ഈ അപകടങ്ങൾ യാദൃച്ഛികമാണെങ്കിൽ പോലും എല്ലാ വശങ്ങളും അന്വേഷിക്കണമെന്നാണ് ആവശ്യം ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് ആദ്യ അപകടത്തിൽ ക്യാപ്റ്റനെ ചോദ്യം ചെയ്യാത്തതടക്കമുള്ള കാര്യങ്ങൾ ലത്തീൻ സഭ പരാതിയായി ഉയർത്തുന്നുണ്ടിപ്പോൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഏറ്റവും സുപ്രധാനമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറന് ബർത്തിലെടുത്ത ദിവസം. പാരിസ്ഥിതിക സാമ്പത്തിക നഷ്ടത്തിന്റെ സാഹചര്യം നിലനിൽക്കുമ്പോഴും തെല്ലെങ്കിലും കൊച്ചിയിലെ കപ്പൽ അപകടത്തിന്റെ നിരാശ ജനങ്ങളിൽ നിന്ന് ഒഴിയുന്ന സാഹചര്യമായിരുന്നു ഐറനയുടെ വരവ് നൽകിയ സന്തോഷം. എന്നാൽ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. ഐറന് വിഴിഞ്ഞത്തെത്തി മണിക്കൂറുകൾക്കുള്ളിൽ ആ വാർത്തയും പരന്നു. ബേപ്പൂരിന് സമീപം മറ്റൊരു കപ്പൽ കത്തിയമരുന്നുവെന്ന്. അപ്പോൾ ഈ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഈ ആളുകളെ കൊണ്ടുവരണം. അവർ സഞ്ചരിച്ച വഴികൾ എന്തായിരുന്നു ചോദിക്കണം. ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തപ്പെടണം. സത്യം പുറത്തു കൊണ്ടുവരണം. ഈ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ആദ്യ കപ്പലപകടത്തിൽ ക്യാപ്റ്റനെ ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യാത്തതാണ് വിമർശനമായി ഉയരുന്നത്. പ്രതികൂല കാലാവസ്ഥ ആയിരുന്നില്ല, കടൽ ചുഴിയോ കപ്പലിന്റെ തകരാറോ ആണോ ആദ്യ അപകടത്തിന് കാരണമെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 1968 അറബിക്കടലിൽ നേരത്തെ ഒരു അപകടമുണ്ടായത്. ശംഖുമുഖത്ത് അന്ന് ഗ്രീക്ക് കപ്പൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. പിന്നെയും 2 നൂറ്റാണ്ട് പിന്നിലെ ചരിത്രം പരിശോധിച്ചാലേ കേരള തീരത്ത് ഒരു കപ്പലപകടം കണ്ടെത്താൻ കഴിയൂ. 1754 വർക്കലയ്ക്ക് സമീപമായിരുന്നു അത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാതിരിക്കാൻ ഒരുപാട് ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറബിക്കടലിലെ കപ്പലപകടങ്ങളെ സ്വാഭാവികതയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയായ കാര്യമാകില്ല. വി വിനോദ്, ന്യൂസ് 18.